ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. വാൽമീകേർഗിരി സംഭൂതരാമംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാത് ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 149 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാമദൂതനായി ഹനുമാൻ ലങ്കയിലെത്തി സീതയായിട്ട് സംഭാഷണം ചെയ്തു. സീതയിൽ നിന്ന് അടയാളവാക്യവും ചൂടാരത്നവും സ്വീകരിച്ചു. അതിനുശേഷം താൻ ഇവിടെ വന്നതിന് അടയാളമായിട്ട് മറ്റു ചിലത് കൂടി ചെയ്യേണ്ടതുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ലങ്കയിലെ ഉപവനങ്ങളൊക്കെ തകർത്ത സമയത്ത് രാക്ഷസന്മാർ യുദ്ധത്തിന് വന്നു. അതിൽ 80,000 കിങ്കരന്മാരെയും പിന്നീട് രാവണപുത്രനായ അക്ഷകുമാരനെയും വധിച്ചു. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിച്ച് രാവണൻ്റെ മുമ്പിൽ ഹാജരാക്കി. ഇത്രയും കാര്യങ്ങളാണ് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ആ രാവണനെ ഹനുമാൻ നോക്കിക്കാണുന്നതും രാവണനെ പറ്റി ഹനുമാനുണ്ടായ വിചാരങ്ങളൊക്കെയാണ് 49ാമത്തെ സർഗത്തിൽ പറയുന്നത്. ആ ഭാഗം ഉൾക്കൊള്ളും നോക്കാം. ഹനുമാൻ ക്രോധതാമ്രാക്ഷോ രക്ഷോധിപം അവൈക്ഷത. രാക്ഷസന്മാരുടെ നേതാവായ രാവണനെ ക്രോധത്തോടുകൂടി ഹനുമാൻ നോക്കിയതാണ്. ഹനുമാനെ പിടിച്ചു കെട്ടി വാനരം ഈ രാക്ഷസന്മാരൊക്കെ കൂടി അവിടെ ഹാജരാക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ക്രോധത്തോടുകൂടി നോക്കി. ക്രോധമൊക്കെ ഉണ്ടായെങ്കിലും ഉള്ളിൽ ബഹുമാനവും തോന്നി. കാരണം രാവണൻ അത്ര തേജസ്സുള്ള ആളായിരുന്നു. ആ രാവണനെ കുറിച്ച് പോലെ പറയുകയാണ്: ഭ്രാജമാനം മഹർഹേണ കാഞ്ചനേന വിരാജിത മുക്താജാലവൃതേന അഥാ മുകുടേന മഹാന്തിരി. വരെ പിടിച്ച മുത്തുകൾ പതിച്ചുള്ള പൊന്നിൻകിരികൾ അണിഞ്ഞിട്ടുള്ളവനാണ്. മനോഹരങ്ങളായ വൈരങ്ങളും രത്നങ്ങളും പതിച്ച സ്വർണ്ണാഭരണങ്ങളോട് കൂടിയവനാണ്. അകപ്പാടെ തേജസ്സും ഓജസ്സും ഗാംഭീര്യമൊക്കെ ഉള്ള ആളാണ് ആ രാവണൻ. കാരണം വളരെ കാലം തപസ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെന്താണ്? വിചിത്രം ദർശനീയശ്ച രക്താക്ഷൈ ഹീമദർശനൈ ദീപ്ത തീക്ഷ്ണമഹാദുഷ്ടം പ്രളംബം ദശനച്ഛദൈഃ നീരാഞ്ജനജയപ്രഖ്യം ഹാരേണ ഉരസിരാജൻ. മാറിടത്തിലൊക്കെ ധാരാളം മുത്തുമാലകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള തേജസ്സോട് കൂടിയവനായ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ തേജസ്സുള്ള ആളാണ് രാവണൻ. എന്നിട്ട് ഹനുമാൻ പറയുന്നുണ്ട്: അഹോ രൂപമഹോ ധൈര്യം മഹോ സത്വമഹോ ദ്യുതി അഹോ രാക്ഷസരാജസ്യ സർവലക്ഷണയുക്തം. എല്ലാ ലക്ഷണങ്ങളോടും കൂടിയവനാണ്. അഹോ, അത്ഭുതമായിട്ട് പറയാൻ ഈ രാക്ഷസ രാജാവ്. അദ്ദേഹത്തിൻ്റെ രൂപവും ധൈര്യവും തേജസ്സും ഒക്കെ അത്ഭുതം തന്നെ എന്നാണ്. യദ്യധർമ്മോന ബലവാൻ സ്യാദയൻ രാക്ഷസേശ്വര സ്യാദയം സുരലോകസ്യ ശക്രസ്യ വിരക്ഷിത. യഥാർത്ഥത്തിൽ അധർമ്മബുദ്ധി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ രാവണൻ ദേവന്മാർക്ക് പോലും നേതാവാവേണ്ടവനാണ്. ഇന്ദ്രനോടുകൂടി ദേവന്മാരെ പോലും ഭരിക്കാനൊക്കെയുള്ള തേജസ് യോഗ്യതയ്ക്കുള്ള ആളാണ് ഈ രാവണൻ. പക്ഷേ ബുദ്ധി ഇങ്ങനെ അധർമ്മത്തിലായിപ്പോയല്ലോ എന്ന് ദുഃഖത്തോട് ഓർമ്മിക്കാൻ. സ്യാദയം സുരലോകസ്യ ശക്രസ്യാവിരക്ഷിത. ആ ഇന്ദ്രനടക്കമുള്ള ദേവന്മാരൊക്കെ രക്ഷിക്കാനൊക്കെയുള്ള പ്രാപ്തനാണിവൻ. പക്ഷെ ഇദ്ദേഹം ക്രൂര സ്വഭാവം കൊണ്ടും അധർമ്മം കൊണ്ടും അസ്യ ക്രൂരൈ നശംസൈശ്ച കർമ്മലോക കുൽസിതൈ സർവേ വിഭ്യതി. പക്ഷെ ഇയാളുടെ കുൽസിതമായ പ്രവൃത്തി കൊണ്ടും അധർമ്മം കൊണ്ടും ക്രൗര്യം കൊണ്ടും ഈ രാവണൻ എല്ലാവരും ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ബഹുമാനിക്കത്തക്കതായ ഗുണങ്ങൾ പലതും ഉണ്ടെന്നർത്ഥം. പക്ഷേ ഈ അമിതമായ ക്രോധം, ക്രൂരത, പരസ്ത്രീകളോടുള്ള അത്യാസക്തി, ഇതൊക്കെയാണ് രാവണനെ നശിപ്പിച്ചു കളഞ്ഞത് ഹനുമാൻ വിചാരിച്ചു. ദൃഷ്ട്വാ രാക്ഷസരാജസ്യ പ്രഭാവം. രാക്ഷസരാജാവായ രാവണൻ്റെ പ്രഭാവം മുഴുവൻ ആ ഹനുമാൻ നോക്കിക്കണ്ടു. അപ്പം ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് ഈ വാനരനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നപ്പോൾ രാവണനാകട്ടെ ഈ വിദ്വാൻ നോക്കിയിട്ട് മനസ്സിൽ വിചാരിച്ചു: ഇതാരാണ്? യഥാർത്ഥത്തിൽ ഇത് വെറും ഒരു വാനരൻ മാത്രമാണോ? അതോ സാക്ഷാൽ ദേവന്മാർ തന്നെ ഏതെങ്കിലും മായ കൊണ്ട് ഇങ്ങനെ വന്നതായിരിക്കുമോ എന്ന് വിചാരിക്കാൻ. ഇനി കൈലാസത്തിലുള്ള നന്ദികേശ്വരനായിരിക്കുമോ? പരമശിവൻ്റെ പ്രധാനപ്പെട്ട ഒരു അനുയായിയാണ് നന്ദികേശ്വരൻ.
ആ നന്ദികേശ്വരനെ പണ്ട് രാവണനെ അപമാനിക്കുകയും നന്ദികേശ്വരൻ ശപിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്രോധം കൊണ്ട് സാക്ഷാൽ നന്ദികേശ്വരൻ തന്നെ രൂപം മാറി വന്നിരിക്കാവോ എന്നൊക്കെ രാവണൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. എന്നിട്ട് അടുത്ത് നിൽക്കുന്ന പ്രഹസ്തനോട് പറഞ്ഞു, ഇവനോട് ചോദിക്കൂ, ഇവൻ ആരുടെ ദൂതനായിട്ട് വന്നതാണ്, എന്താണ് ഇവൻ്റെ ഉദ്ദേശം ചോദിക്കുക. ഇത് വളരെ രസകരമായ സംഗതിയാണ്. പഴയ കാലത്ത് പ്രഭുക്കന്മാരൊന്നും നേരിട്ടൊന്നും ചോദിക്കില്ല എന്നർത്ഥം. അല്ലെങ്കിൽ രാവണന് ചോദിച്ചാൽ മതിയല്ലോ. പക്ഷെ ആ പ്രഭുത്വത്തിൻ്റെ ലക്ഷണമാണ് വേറൊരാളെ കൊണ്ട് ചോദിപ്പിക്കാൻ. പഴയ കാലത്ത് വായിച്ച് കേട്ടറിയാൻ എന്ന് പറഞ്ഞിട്ടാണ് കത്തൊക്കെ എഴുതുക. പ്രഭുക്കന്മാർ നേരിട്ട് വായിക്കില്ല, അവർക്ക് അവരുടെ കാര്യസ്ഥന്മാരോ മന്ത്രിമാരൊക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക ചെയ്യുക. അതേപോലെ ഇവിടെ പ്രഹസ്തനോട് പറഞ്ഞു, നീ ചോദിക്കൂ ഇവരോട് പറയാൻ. സ രാജാതോ രോഷതാമ്രാക്ഷ പ്രഹസ്തം മന്ത്രിസത്തമം കാലയുക്തമുവാചേതം വജോ വിപുലമർത്ഥവൽ ദുരാത്മാ പൃച്ഛതാമേഷ. ഈ ദുഷ്ടനായിരിക്കുന്ന ദുരാത്മാവായിരിക്കുന്ന വാനനോട് ചോദിക്കുമോ, കുതയ്ക്കും വാസ്യ കാരണം, ഇവൻ എവിടുന്ന് വരികയാണ്, ആര് പറഞ്ഞു വെച്ചിട്ട് വരികയാണ്, ഇവൻ്റെ ഉദ്ദേശം എന്താണെന്നോ കല്ലയോ പ്രഹസ്ത ഇവനോട് ചോദിക്കുമോ. പിന്നെ മന്ത്രിയായ പ്രഹസ്തൻ അയാൾ ചോദിക്കുകയും ചെയ്തു. പ്രഹസ്തൻ കുറേ വിശദീകരണങ്ങളോടുകൂടിയാണ് ഹനുമാനോട് ചോദിക്കുന്നത്. നീ ആരാണ്, എന്താണ്, എവിടുന്ന് വന്നതാണ് നേരിട്ട് ചോദിക്കുക മാത്രമല്ല, നീ ഒന്നും ഭയപ്പെടേണ്ടതില്ല പറയാൻ. ഇത് പ്രശസ്തമായ രാഷ്ട്രന്മാരുടെ സഭയാണ്, ഇവിടെ അന്യായമൊന്നും നടക്കില്ല. അതുകൊണ്ട് ഭയമില്ലാതെ സത്യം പറഞ്ഞോളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്നൊക്കെ സാന്ത്വപൂർവമായിട്ടാണ് പ്രഹസ്തൻ പറഞ്ഞത്. പ്രഹസ്തൻ പറഞ്ഞു, സമാശ്വസി ഭദ്രന്തേന ഭീകാര്യം ത്വയാ ഭേ. കവിശ്രേഷ്ഠ, സമാധാനിച്ചോളൂ, നിങ്ങൾക്ക് ഭയത്തിന് കാരണങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇതെങ്ങനെയുള്ളതാണ്, വളരെ കേമായിരിക്കുന്ന സഭയാണ്. നീ ആര് പറഞ്ഞു വെച്ചിട്ടാണ് വന്നത്? വൈശ്രവണസ്യത്വം യമസ്യ വരുണസ്യ. സാക്ഷാൽ അന്തകനോ വരുണനോ പറഞ്ഞു വെച്ചിട്ട് വരികയാണോ? ഇനി വിഷ്ണുവിനെ പ്രേക്ഷിതോ ദൂതോ, ഇനി വിഷ്ണു തന്നെ നിന്നെ ദൂതനായിട്ട് അയച്ചതാണോ? ഇങ്ങനെ ലോകപാലന്മാരും ദേവന്മാരൊക്കെ അയച്ചതാണെന്ന് അവർ വിചാരിക്കുകയാണ്. നീ ഏതാണെന്ന് പറയൂ. തത്വത കഥയാസ്വദ്യ തഥോ വാനരമോക്ഷസേ. നീ തത്വമായിട്ട് സത്യമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയൂ. അങ്ങനെ പറയുകയാണെങ്കിൽ നിന്നെ മോക്ഷസേ വിട്ടയക്കാം. ഇനി അഥവാ കളവാ പറഞ്ഞെങ്കിലോ അനൃതം വധതശ്ചാവി ദുർലഭന്തവ ജീവിതം. ഇനി ഈ സദസ്സിൽ വന്നിട്ട് കളവ് പറയാമെന്ന് വെച്ചാൽ നിൻ്റെ ജീവിതം തന്നെ അപകടത്തിലാവും എന്നാണ്. അപ്പം ഇങ്ങനെ കേമായിട്ടൊക്കെയാണ് ചോദിച്ചത്. വീണ്ടും പറയുന്നുണ്ട്, അബ്രവിന്ദാസ്യക്രസ്യായമസ്യ വരുണസ്യ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹനുമാൻ പറഞ്ഞു, എന്നെ യമനോ വരുണനോ വൈശ്രവണനൊന്നും അയച്ചതല്ല. ഇങ്ങോട്ട് സ്വന്തം കാര്യം പറയാൻ, ഞാൻ യഥാർത്ഥത്തിൽ ധനദേന മേ സഖ്യം വിഷ്ണുനാനസ്മി ചോദിത ജാതിരേവമത്വേഷാവാനലോകമിഹാഗഥ. എൻ്റെ വാനര സ്വഭാവം കൊണ്ട് ചാഫല്യം കൊണ്ട് ഞാനിവിടെ ഒന്നേ ഉള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഈ വനം തകർത്തുമൊക്കെ വാനരന്മാരുടെ സ്വഭാവമാണ്, മരഞ്ചാടികളാണല്ലോ, കയറി കൊമ്പൊക്കെ ഒടിച്ചുമൊക്കെ ശരിയാണ്. ഞാൻ പിന്നെ ഈ അസുരന്മാർ രാക്ഷസന്മാരൊക്കെ എന്തിനു കൊന്നു എന്ന് ചോദിച്ചാൽ അവരൊക്കെ എന്നെ വധിക്കാമെന്നതുകൊണ്ടാണ്. എല്ലാവർക്കും സ്വന്തം ശരീരവും ജീവനും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വനൻ രാക്ഷസരാജസ്യ ദർശനാർത്ഥം വിനാശിത. ഈ അശോകവനം മുഴുവൻ വിസ്തൃതി കാണാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് വന്നു എന്നേ ഉള്ളൂ. എൻ്റെ ചപല സ്വഭാവം കൊണ്ട് ഞാനത് തകർത്തു. രാക്ഷസന്മാരൊക്കെ വധിച്ചതാകട്ടെ അവർ എന്നെ വധിക്കാൻ നോക്കിയതുകൊണ്ടും എനിക്ക് ആപത്തുണ്ടാക്കാൻ നോക്കിയത് കൊണ്ടാണ്. ജീവരക്ഷാർത്ഥമായിട്ട് താൻ അവരൊക്കെ ഹിംസിച്ചാണ്. അവിടെ തൻ്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നും ഇല്ല എന്നുള്ള മട്ടിലാണ് ഹനുമാൻ പറയുന്നത്. വിമുക്തോ ഹ്യവസ്ത്രേണ രാക്ഷസേ തത്വേദി കേനതിൽ രാമകാര്യേണ ആഗതോസ്മീതവാന്തികം. ഞാൻ പിന്നെ ഒടുവിൽ പറഞ്ഞു, ഞാൻ രാമകാര്യത്തിന് വേണ്ടി വന്നതാണ്. രാമൻ ആരാണെന്നൊക്കെ ഉള്ളത് ഇനി പറയാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഞാൻ യുദ്ധം ചെയ്തതൊക്കെ എൻ്റെ പ്രധാന ലക്ഷ്യമല്ല, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു. ആ വാസ്തവം കൊണ്ട് തന്നെ ബന്ധിച്ചത് അവിടെ ഹാജരാക്കിയിരിക്കുകയാണ്. ദൂതോഹമിതി വിജ്ഞായ രാഘവസ്യ അമിത ഊജസാം. അവസാനം കൃത്യമായി പറഞ്ഞു, നന്നായി മനസ്സിലാക്കിക്കൊള്ളൂ, ഞാൻ അമിത തേജസ്സുള്ളവരായ സാക്ഷാൽ ശ്രീരാമൻ്റെ ദൂതനാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം വന്നിരിക്കുകയാണ്. തം സമീക്ഷമകാതത്വം സത്വവഞ്ചഹരിസന്തമ വാക്യം അർത്ഥവത് അവ്യഗ്രം തം ഉവാചസാനനം. അങ്ങനെ ഹനുമാൻ എന്താ ഇത് യാതൊരു കുലുക്കവും ഇല്ലാതെ വലിയൊരു
സദസ്സാണ്. ധാരാളം രാഷ്ട്രീയന്മാരുടെ മായാവികളാണ്, ആയുധവാണികളാണ്. അതിലൊന്നും ലവലേശവും പരിഭ്രമിക്കാതെയാണ് ഹനുമാൻ ഇതൊക്കെ പറഞ്ഞതെന്നാണ്. അത് മാത്രമല്ല, എങ്ങനെയുള്ള വാക്കുകളാണ് കവി പറയുന്നത്? അർത്ഥവത്, അർത്ഥയുക്തമായ, അവ്യഗ്രായ, അതൊരു പരിഭ്രമമില്ലാതെ ഇതൊക്കെ പറഞ്ഞു. അത് കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണ്. സുഗ്രീവനാണ് ഞങ്ങൾക്ക് നേതാവായിരിക്കുന്നത്. ആ സുഗ്രീവൻ രാമനായിട്ട് സഖ്യം ചെയ്തിട്ടുണ്ട്. രാമകാര്യത്തിന് വേണ്ടിയിട്ട് സീതാന്വേഷണത്തിന് അയച്ചിട്ടുള്ള 1000കണക്കിന് കവികളിൽ ഒരാളാണ്. അതൊക്കെയാണ് ഈ പറയുന്നത്. ഭ്രാതൃശ്രണു സമാദേശം സുഗ്രീവസ്യ മഹാത്മന ധർമാർത്ഥസഹിതം വാക്യ മികചാമുത്തക്ഷമം. ഞങ്ങൾക്ക് നേതാവായിരിക്കുന്ന വാനര രാജാവായിരിക്കുന്ന സുഗ്രീവൻ ഒരു സന്ദേശം പറഞ്ഞേച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് കേൾക്കൂ എന്ന് പറയാം. എന്നിട്ട് എങ്ങനെയാണ് ഈ സുഗ്രീവനും ദശരഥപുത്രനായ രാമനും തമ്മിൽ സഖ്യം ഉണ്ടായതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കഥ ചുരുക്കി പറയാം. രാജാ ദശരഥോ നാമ രഥകുഞ്ചല ഭാഗ്യവാൻ. ദശരഥൻ എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ചതുരഞ്ജത്തോടു കൂടി വളങ്ങുന്നവനാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠപുത്രനാണ്, മൂത്ത പുത്രനാണ് ഈ പ്രഭുവായിരിക്കുന്ന രാമൻ. ജ്യേഷ്ഠസ്തസ്യ മഹാബാഹു പുത്രപ്രിയതര പ്രഭു പിതൃനിദേശാൻ നിഷ്ക്രാന്ത പ്രവിഷ്ടോ ദണ്ഡഹാനം. അങ്ങനെയുള്ള ആ രാമൻ, മൂത്തപുത്രനായ രാമൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം വനവാസത്തിനായിട്ട് ദണ്ഡകവനത്തിലെത്തി. തനിക്ക് ഭ്രാതാവായിരിക്കുന്ന ലക്ഷ്മണനും ധർമ്മപത്നിയായിരിക്കുന്ന സീതയും കൂടെ ഉണ്ടായിരുന്നു. സീതയാ സഹ ഭാര്യയായ സീതയോടുകൂടിയാണ് എത്തിയത്. അത് കാട്ടിൽ നടക്കുന്ന കാലത്ത് ജനസ്ഥാനത്ത് വെച്ചിട്ട് സീത നഷ്ടപ്പെട്ടു. സീതയെ രാവൺ അപഹരിച്ചു. അത് നേരിട്ട് പറയല്ല, ഭ്രഷ്ടാ സീതേതി വിശ്വത. അവൾ ഭ്രഷ്ടയായി, അവളെ കാണാതായി. അവളെ അന്വേഷിക്കാൻ വേണ്ടി മാർഗമാണ് സ്തുതാൻ ദേവിൻ്റെ ആഴപുസ്തക അനുജനായ ലക്ഷ്മണനോട് കൂടിയിട്ട് ഭാര്യയെ അന്വേഷിച്ച് നടക്കുന്ന ഈ രാമൻ, ദാശരഥിയായിരിക്കുന്ന രാമൻ സുഗ്രീവനായിട്ട് കണ്ടുമുട്ടാനിടയായി. സുഗ്രീവനായി സഖ്യം ചെയ്തു. സുഗ്രീവന് രാജ്യം നേടിക്കൊടുക്കാമെന്ന് രാമനും പ്രതിഫലമായിട്ട് സീതാന്വേഷണത്തിന് വാനരന്മാരെ അയക്കാമെന്ന് സുഗ്രീവനും പറഞ്ഞു. അങ്ങനെ 1000കണക്കിന് വാനരന്മാരെ അയച്ചു. അതിലൊരാളാണ് ഞാൻ എന്നാണ് 5-8 ശ്ലോകങ്ങളോട് പറഞ്ഞത്. താം ഹരീണാം സഹസ്രാണി ശതാനി താനിജാം. 10,000കണക്കിന് വാനരന്മാരെ അയച്ചിട്ടുണ്ട്. 100 ഉണ്ട്, 10,000 ഉണ്ട്. അങ്ങനെ ഓരോ ദിക്കിലേക്ക് കൂട്ടമായിട്ട് അയച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ. അഹം ദു ഹനുമാൻ നാമ മാരുതസ്യൗരസുതാം. ഞാൻ സാക്ഷാൽ വായുവിൻ്റെ പുത്രനാണ്. ഞാൻ ഈ സീതാന്വേഷണത്തിന് വേണ്ടി സീതയെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ്. സമുദ്രം ലംഘയിത്വൈവത്വാം ദൃഷ്ടുരിഹാഗത. സമുദ്രം ചാടിക്കടന്നിട്ട് നിന്നെ കാണാൻ വേണ്ടി അവനോട് പറയാണ്, നിന്നെ ചിലതൊക്കെ അറിയിക്കണമെന്ന് കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ നിൻ്റെ മുമ്പിലേക്ക് വന്നത്. അല്ലായിരുന്നെങ്കിൽ സീതയെ കണ്ട് കാര്യം പറഞ്ഞ് പോകാമായിരുന്നു. പക്ഷേ നിന്നെ കണ്ട് ചിലതൊക്കെ പറയണം എന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നതെന്നാണ്. ഭ്രമതാജമയാ ദുഷ്ടാഗ്രഹേ തേജന കൽപ്പയാം. ഞാൻ നിൻ്റെ അശോകവനത്തിൽ ആ സീതയെ കണ്ടെത്തി കഴിയുകയും ചെയ്തു. അതുകൊണ്ട് നിൻ്റെ ഈ അധർമ്മ സ്വഭാവങ്ങൾ കണ്ട് നിന്നോട് ചെന്ന് പറയണം എന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാവണൻ ഇതൊന്നും അറിയാത്ത ആളെ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, വേദവിത്തായിരിക്കുന്ന ആളാണ്. തദ്ഭവാൻ ദുഷ്ടധർമാസ്ത തപപ്രകൃതമംഗ പരതാരാത്മഹാപ്രാജ്ഞാനോപരോദ്ധന്തോനഹസി. ഇങ്ങനെ വേദവേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവനും തത്വജ്ഞാനമൊക്കെ അറിയുന്നവനുമായ അങ്ങ് യഥാർത്ഥത്തിൽ അന്യഭാര്യയിൽ ഭ്രമിച്ചിട്ട് ഇങ്ങനൊന്നും ചെയ്യുന്നത് ശരിയല്ല. അന്യൻ്റെ ഭാര്യയായിരിക്കുന്ന സീതയെ തടവിൽ പാർപ്പിച്ചു, ശരിയല്ല. അങ്ങേപ്പോലുള്ള ബുദ്ധിമാന്മാർ നഹി ധർമ്മവിരുദ്ധേഷു ബഹു അപായേഷു കർമ്മസൂ. ധർമ്മത്തിനെതിരായതും അനേകം അപായങ്ങൾക്ക് വഴിവെക്കുന്നതുമായ കർമ്മങ്ങളൊന്നും അങ്ങേപ്പോലുള്ള ബുദ്ധിമാന്മാർ ചെയ്യരുത്. രാവണൻ എല്ലാ വേദവും പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങക്ക് പറ്റിയതല്ല ഇത്. എന്ന് മാത്രമല്ല, ഈ സീതാപഹരണം കൊണ്ട് അങ്ങക്ക് നാശം ഉണ്ടാവും. ആ രാമലക്ഷ്മന്മാരെ എതിരിടാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ ഒരു സാധ്യത വിസ്തരിച്ച് പറയാൻ. അതുകൊണ്ട് അങ്ങക്ക് നല്ലത് എന്താണ്? മന്യസ നരദേവായ ജാനകിയും പ്രതിധീയതാം. ആ നരോത്തമനായിരിക്കുന്ന പുരുഷോത്തമനായിരിക്കുന്ന ആ ശ്രീരാമന് സീതയെ തിരിച്ചു കൊടുക്കുക, അതാണ് അങ്ങക്ക് നല്ലത്. ഇത് കുറച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. അബദ്ധ്യതാന്തവോഭിന്യാം ഭവൻ സമനുപശ്യതി. യഥാർത്ഥത്തിൽ അങ്ങേക്ക് ഇതൊക്കെ യോഗ്യതൊക്കെ ഉണ്ടായത് തപസ്സൊക്കെ കൊണ്ടാണ്. തപസ് കൊണ്ട് നേടിയതായ നേട്ടങ്ങളൊക്കെ അങ്ങ് ദുരുപയോഗം ചെയ്യാൻ
എനിക്ക് നല്ലതല്ല. തസ്മാൽ പ്രാണപരിത്രാണം കഥൻ രാജം കരിഷ്യതി. ആ രാമനോട് ക്രോധം ഭാവിച്ചു കഴിഞ്ഞാൽ, രാമൻ്റെ ക്രോധം സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ജീവൻ നിലനിർത്താൻ വിഷമാണ്. അതുകൊണ്ട് അങ്ങ് ഇത് ഉപേക്ഷിക്കുമോ? പ്രാപ്തം ധർമ്മഫലം ഭവത അനർത്ഥ സംശയ. അങ്ങനെ ഇപ്പോൾ സുഖഭോഗങ്ങളും രാഷ്ട്രന്മാരുടെ ആധിപത്യമൊക്കെ ഉണ്ട്, ശരിയാണ്. അതൊക്കെ സാധിച്ചത് ആയിരക്കണക്കിന് കൊല്ലത്തെ തപസ്സിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ തപോഫലമായി കിട്ടിയിരിക്കുന്ന ഈ വിഭവങ്ങളെയും ഐശ്വര്യത്വമൊക്കെ ദുഷിപ്പിക്കാതിരിക്കണം എന്നൊക്കെയാണ് ഹനുമാൻ പറഞ്ഞൊരു താല്പര്യം. അതുകൊണ്ട് രാമേണഹി പ്രതിജ്ഞാതം അരക്ഷകണ സന്നിധവും, അവിടെ സീതയെ വീണ്ടെടുക്കുന്നതാകും ഇഷ്ടവർഗത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആരാണോ സീതാദേവി അപഹരിച്ചത് അവരെ മുഴുവൻ രാമൻ ഉന്മൂലനം നാശം ചെയ്യില്ല. അവള് ഇതൊക്കെ പറയാനാണ് ഞാൻ വന്നതെന്നാണ് കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു. സ്വാനിമിത്രാണി മന്ദാദീന്ദ്രാദൻ സുധാൻഹിതാൻ. യഥാർത്ഥത്തിൽ ആരാണോ ഈ കാമാസക്തി കൊണ്ട് ബന്ധുക്കളെയും മന്ത്രിമാരെയും ഭോഗങ്ങളൊക്കെ പരമനാശത്തിലേക്ക് നയിക്കുന്നത് വലിയ പാപമാണ്. അങ്ങ് യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട്, ഈ അസ്ഥാനസ്ഥമായ കാമം കൊണ്ട് അങ്ങ് ഇവരൊക്കെ നാശിപ്പിക്കുകയാണ്. അവസാനം തനിക്കും നാശം വരും. നിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് നിൻ്റെ ബന്ധുക്കൾക്കും മന്ത്രിമാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ സർവാലോകാൻ സ്വസംഹൃത്യ സഭൂതാൻ സചരാചരാൻ. രാമൻ്റെ വീര്യമോ തേജസ്സൊന്നും അങ്ങ് അറിയാത്തതുകൊണ്ടാണ്. സർവചരാചരങ്ങളെയും നശിപ്പിക്കാനും വീണ്ടും സൃഷ്ടിക്കാനും കഴിവുള്ളതാണ് ആ രാമൻ. പുനരേവ തഥാ ദൃഷ്ടും ശക്തോ രാമോ മഹാത്മന. ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ്. കുറച്ച് വിസ്തരിച്ചെന്ന് പറഞ്ഞു ദേവാസ്ത ദൈത്യസ്ത നിശാചരേന്ദ്ര ഗന്ധർവ വിദ്യാധരനാഗേക്ഷ. ദേവന്മാരും ദൈത്യന്മാരും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും നാഗന്മാരും യക്ഷന്മാരൊക്കെ ആ രാമന് മുമ്പിൽ നിൽക്കാൻ ശക്തരല്ല. ക്രുദ്ധനായ രാമൻ്റെ മുമ്പിൽ ഇവർക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ദ്രോ മഹേന്ദ്രസുരനായകോ വാ സ്ഥാതുന്യ ശക്ത യുധിരാഘവൻസ്യ. ആ രാഘവൻ്റെ മുമ്പിൽ നിൽക്കാൻ അവരാരും ശക്തരാവില്ല. അതുകൊണ്ട് എനിക്ക് സൈനിക ബലമുണ്ട്, ഞാൻ ദേവന്മാരൊക്കെ ജയിച്ച ആളാണുള്ള അഹങ്കാരം കൊണ്ട് നീ രാമനെ വിപ്രയൊന്നും ചെയ്യരുത്. ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സസൗഷ്ഠവോ വേദം അധീനവാദിന, ഒരു ദീനതയില്ലാതെ ഭയമില്ലാതെ ഒക്കെ ഹനുമാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദശാനന കോപവിവൃത്തലോചന. രാവണനാകപ്പാടെ കോപിച്ചു. 10 തല 20 കണ്ണൊക്കെ ഉള്ള ആളാണല്ലോ. അതൊക്കെ കൂടി കണ്ണുകളൊക്കെ ഉരുട്ടി വിളിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ഒറ്റ ശ്ലോകത്തിൽ അവസാനം 51-ാം സർഗത്തിൽ അവസാന ശ്ലോകത്തിൽ പറയാണ്, സമാധിശ തസ്യ വധം മഹാകവയം. വലിയ കവിയായിരിക്കുന്ന വാനരശ്രേഷ്ഠനായിരിക്കുന്ന ഈ ഹനുമാനെ വധിക്കാനായിട്ട് തന്നെ അനുചരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു പോകുന്നവർ. അപ്പോൾ ഈ വാക്കുകളൊക്കെ വളരെ വിസ്തരിച്ച് ഹനുമാൻ പറഞ്ഞു. അതൊന്നും അനുസരിക്കാനോ അതിൻ്റെ താല്പര്യം മനസ്സിലാക്കുകയല്ല, മറിച്ച് ഇവരെ തനിക്ക് വിപരീതമായിട്ട് പറയുകയും ഇത്ര ധിക്കാരപൂർവ്വം ഒരു രാക്ഷസദസ്സിൽ വന്നിട്ട് പ്രസ്താവിക്കുന്ന ഈ വാനരനെ വധിക്കാണ് വേണ്ടതെന്ന് തീരുമാനിച്ചു. അവർക്ക് വധിക്കാനായ നിർദ്ദേശം കൊടുത്തു. ആ സമയത്താണ് ഇതൊക്കെ കണ്ടിരുന്ന രാവണ സഹോദരനായ വിഭീഷണൻ അവിടുത്തെ എത്തി. അതേ കുറച്ച് ദൂരം ഉണ്ടായിരിക്കണം. തസ്യോജനം കൃത്വാണ് മഹാത്മന. ക്രോധത്തോട് കൂടിയിട്ടിങ്ങനെ രാവണൻ്റെ ആജ്ഞ കേട്ടപ്പോൾ നാനുമേനെ വിഭീഷണന് തോന്നി ഇത് ശരിയല്ല, ദൂതന്മാരെ വധിക്കുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ദൂതന്മാർ പരതന്ത്രന്മാരാണ്. അവർ അന്യനാൾ പറഞ്ഞത് ഇവിടെ ഒന്ന് പറയുകയേ ചെയ്യുന്നുള്ളൂ. അവരുടെ വാക്കിൻ്റെയോ അവരുടെ ദേഹത്തിൻ്റെ ഒന്നും താല്പര്യങ്ങൾ ദൂതൻ്റെ അല്ല. ദൂതൻ ആരയച്ചുവോ അയാളുടെ വാക്ക് പറയുന്നേ ഉള്ളൂ. ഇവിടുന്നത്തെ പുതിയ രീതിയിൽ പറഞ്ഞാൽ തപാൽ കൊണ്ടുവരുന്നയാൾ നമുക്ക് അനിഷ്ടമായ, നമുക്ക് ശത്രുവായിരിക്കും ഒരാൾ കത്ത് കൊണ്ടുവന്നു എന്ന് വെച്ചിട്ട് കത്ത് കൊണ്ടുവന്നയാളോട് ക്രോധിക്കുന്നത് ശരിയില്ലല്ലോ. അയച്ചാളോട് പ്രതികാരം ചെയ്യാമെന്നല്ലാതെ ആ സന്ദേശം നമുക്ക് എത്തിച്ചെന്നയാളോട് ക്രോധിക്കുന്നത് ശരിയല്ല. അതാണ് വിഭീഷണൻ പറഞ്ഞ താല്പര്യം. അതുകൊണ്ട് ദൂതന്മാരെ കൊല്ലുന്നത് ശരിയല്ല. അത് 2-3 അപകടങ്ങളാണുള്ളത്. ഒന്ന്, ദൂതന്മാർ വധിക്കപ്പെട്ടാൽ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അയച്ചയാൾ അറിയില്ല. അയച്ചയാൾ അറിഞ്ഞാലേ അതുകൊണ്ട് ഗുണമുള്ളൂ. വേറെ ആരെങ്കിലും ഈ ഹനുമാനെ പോലെ കടൽ കടന്ന് വരുമെന്ന് വിചാരിക്കാനും വയ്യ. ഇനി ഇയാളെ കാണാത്തതുകൊണ്ട് വേറൊരാളെ അയക്കാം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല എന്നാണ് കൃഷ്ണൻ പറഞ്ഞതിനർത്ഥം. അതിനേക്കാളൊക്കെ രസകരമായിട്ടും ബോധപൂർവവും തന്ത്രപൂർവവും വിഭീഷണൻ പറഞ്ഞത്, രാവണനോട് പറഞ്ഞത്, അങ്ങിവനെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാമൻ വിവരങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ക്രുദ്ധനായി യുദ്ധത്തിന് വരികയില്ല. യുദ്ധത്തിന് വരാതിരുന്നാൽ
അങ്ങയുടെ കേമത്വം കാണിക്കാൻ സാധിക്കില്ല എന്നാണ്. അതായത് രാവണനെ ഒരു തരത്തെ പ്രശംസിച്ചുകൊണ്ട് യുദ്ധത്തിലുള്ളൊരവസരം ഇല്ലാതാവുകയാണ് ഈ ഹനുമാനെ വധിച്ചാലുണ്ടാവുക. യുദ്ധത്തെ അങ്ങേക്ക് ഭയമില്ല. ദേവഗന്ധർവന്മാരെയും 14 ലോകം ജയിച്ചവനായ അങ്ങേക്ക് യുദ്ധം ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നത് കേമാണല്ലോ. യുദ്ധവീരന്മാർക്ക് യുദ്ധം ചെയ്യാനുള്ള ഓരോ അവസരവും ഒരു ഭാഗ്യമായും വരദാനമായിട്ടൊക്കെയാണ് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങ് ഇവനെ വധിക്കരുത്. വധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും സാധിക്കില്ല. ഇപ്പോൾ യുദ്ധത്തിനുള്ളൊരു അവസരം കൂടി ഇല്ലാതാവാനില്ല ഒക്കെയാണ് വിഭീഷണൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ദുഷ്ടകർമ്മങ്ങൾ ചെയ്ത ആൾക്കാർക്ക് വധശിക്ഷ കൊടുക്കുന്ന തെറ്റൊന്നുമല്ല എന്ന് രാവണൻ ആ സമയത്ത് പറയുന്നുണ്ട്. വിഭീഷണൻ്റെ വാക്ക് കേട്ടപ്പോൾ രാവണൻ അതിൻ്റെ തത്വം മനസ്സിലാക്കിയതിന് പറഞ്ഞത് തന്നെ പാപാനം വധേ പാപം വിദ്യതേ ശത്രുസൂദന തസ്മാദിവം വധിഷ്യാമി വാനരം പാപകാരിണം. വിഭീഷണൻ ഇങ്ങനെയൊക്കെ ഉപദേശിച്ചെങ്കിൽ അത് കൂട്ടാക്കാതെ രാവണൻ പറഞ്ഞു, ഈ പാപിയായിരിക്കും ഇങ്ങനെ കൊല്ലാണ് വേണ്ടത്, പാപകർമ്മവും വിരുദ്ധമായ കർമ്മവും ചെയ്തവരെ കൊല്ലാന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വിഭീഷണൻ സാമപൂർവം ആയ വാക്കുകൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഹനുമാനെ വധിച്ചുകൊണ്ട് അയാളെ വധിച്ചു എന്നൊരു കാര്യം മാത്രമേ സാധിക്കുള്ളൂ. മറിച്ച് വധിക്കാതിരുന്നാലോ രാമന് കാര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇയാൾ പരതന്ത്രനാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇങ്ങനെയുള്ള ആശ്വാസ വാക്കുകളൊക്കെ കേട്ടപ്പോൾ രാവണനും തോന്നി അതിൽ ശരിയുണ്ടെന്ന് തോന്നി. എന്നാലും വധിക്കുന്നില്ലെങ്കിലും ഒരു ശിക്ഷയും കൊടുക്കാതെ ഈ ചവലനെ വാനരനെ പറഞ്ഞേക്കുന്നത് ശരിയല്ല എന്നായിരുന്നു രാവണൻ്റെ പക്ഷം. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ വന്ന് ഈ അക്രമമൊക്കെ ചെയ്തതിന് അതിന് തെളിവായിട്ട് ലക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഇവൻ്റെ വാലിന് തീവക്കാന്ന് പറഞ്ഞു. ചില രാമായണങ്ങളിലൊക്കെ വാലിന് തീവക്കുന്നത് വിഭീഷണൻ്റെ നിർദ്ദേശപ്രകാരമാണ്. വാൽമീരാമായണത്തിലുള്ളത് രാവണൻ തന്നെ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്ന് രാവണൻ പറയുന്നുണ്ട്. പ്രസീത അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, കൊല്ലണമെന്ന് പറഞ്ഞല്ലോ രാവണൻ. അപ്പോൾ ഭീഷണൻ വീണ്ടും പറഞ്ഞു, പ്രസീത ലങ്കേശ്വര അക്ഷസേന്ദ്ര ധർമ്മർത്ഥത്വം വചനം ശൃണുഷ്വ ദൂതാനവധ്യ. എനിക്കാണ് അവർ തമ്മിലുള്ള സംവാദം ഉണ്ടായത്. അപ്പോൾ രാവണൻ വിചാരിച്ചു, എന്നാൽ വാലിന് തീ കൊടുത്തി കളയാം എന്ന് വിചാരിച്ചു. കവീനാങ്കിലല്ല അങ്കൂല ഇഷ്ടം ഭവതി ഭൂഷണം ഭ്രാതുരുത്തരമബ്രഭിൽ. ആ ദശഗ്രീവൻ സഹോദരനായ ഭീഷണ പറയും, നീ പറഞ്ഞൊക്കെ ശരിയുണ്ട്, ഇവനെ കൊല്ലുന്നത് ശരിയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ വാദം അല്ലെങ്കിൽ ഒരു കടുത്ത ശിക്ഷ മറ്റൊന്നും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, വാനരന്മാർക്ക് വാല് വളരെ പ്രധാനപ്പെട്ടതാണ്, ആ വാലിന് തീ കൊടുത്താമെന്ന് വിചാരിച്ചു. തദശ്യതി ഇപ്പിതാം ശീഘ്രം തേന ഗച്ഛതു. അങ്ങനെ കരിഞ്ഞ വാലോട് കൂടിയിട്ട് അഥവാ കത്തിപ്പോയ വാലോട് കൂടിയിട്ട് ഇവൻ തിരിച്ചു പോയിക്കൊള്ളട്ടെ. അപ്പോൾ കൂട്ടത്തിലുള്ളവർ ഇവരെ പരിഹസിക്കുകയും ഇവന് വലിയ മാനഭംഗം ഉണ്ടാവുകയും ചെയ്യും. വാനരന്മാർക്ക് വാൽവേൽ ശൗര്യമാകുന്നത് പ്രസിദ്ധൻ, ആ ശൗര്യം ഇല്ലാതാക്കുകയും ചെയ്യാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനുയായികളായ രാക്ഷസന്മാരൊക്കെ അനവധി തുണികളൊക്കെ കൊണ്ടുവന്നു, എണ്ണ കൊണ്ടുവന്നു, വാലിനത് ചുറ്റി. ഇത് ഭർത്തൃഹിതാർത്ഥായ ആചരേന്ദ്രം ഭർത്തൃശാസനാൽ എന്താ ചെയ്ത് അവരൊക്കെ അധികമായ തുണികളും എണ്ണയൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാലിന് ചുറ്റി. യഥാർത്ഥത്തിൽ അപ്പോഴൊക്കെ ഹനുമാൻ വിചാരിച്ചു, താൻ യഥാർത്ഥത്തിൽ ബന്ധനസ്ഥനല്ല, തനിക്കൊരു ബന്ധനം ഏർപ്പെട്ടിട്ടുമില്ല. ഈ വിഡ്ഢികൾ തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ ബന്ധനസ്ഥനാണെന്ന് വിചാരിക്കുകയാണ്. എന്നാലും വിചാരിച്ചു കൊള്ളട്ടെ, ഇവരെന്നെ എടുത്ത് എല്ലാ ദിക്കിലും നടക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ലങ്കാപുരി വേണ്ട പോലെ കണ്ടിട്ടില്ല, പകൽ വെളിച്ചത്തിൽ തന്നെ ലങ്കാപുരി വേണ്ട പോലെ കാണാം എന്ന് വിചാരിച്ചിട്ട് തനിക്കാണെങ്കിൽ മരണഭയമൊട്ടില്ലതായിരുന്നു. അതുകൊണ്ട് ആ കവീശ്വരൻ അതിനെ സമ്മതിച്ചു കൊടുത്തു. ആ ഒരു വാല് തുണികളൊക്കെ ഉണ്ടാക്കി ചുറ്റിയിട്ട് വാലായിട്ട് തടിച്ചടിച്ച് വന്നു. അവർ അങ്ങനെ തീ കൊളുത്തുകയും ചെയ്തു. തീ കൊളുത്തിയതിന് ശേഷം ഈ വാനരനെ പിടിച്ച് കെട്ടി ഉയർത്തി പിടിച്ചിട്ട് സമസ്ത ദിക്കിലും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന സമയത്ത് രാക്ഷസികളും അവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ടു. തീ പിടിച്ച വാലോട് കൂടിയിട്ട് ഈ ഹനുമാൻ സഞ്ചരിക്കുന്നുണ്ടു. അവരിൽ ചിലർ സീതയോട് ചെന്ന് പറഞ്ഞതാ, നിങ്ങളോട് ഒന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആ വാനരുണ്ടല്ലോ, അയാൾ കഷ്ടത്തിലായിരിക്കുന്നു. വൈദേഹി ശോകസംതത്ത ഹുസാസനോപാഗമൽ.
അപ്പോൾ ഹനുമാനെ വാലിൽ തീ വെച്ചിരിക്കുന്നു. അദ്ദേഹം അഗ്നിബാധ ഏൽക്കുന്നവനായിത്തീരുന്നു വിചാരിച്ച് പരിഭ്രമിച്ചിട്ട് ശോകസന്തപ്തയായ ആ ദേവി ഹനുമാന് വേണ്ടിയിട്ട് അഗ്നിയോട് പ്രാർത്ഥിച്ചു. ആ ഹനുമാന് പൊള്ളൽ നിൽക്കരുതേ ഉള്ള വാക്കാണ് 2-3 ശ്ലോകങ്ങളിലുള്ളത്. യജ്ഞസ്ഥിപതി ശുശ്രൂഷ ആ യജ്ഞസ്ഥിതിയിൽ ഉണ്ടവാ. അല്ലയോ ഭഗവൻ, എനിക്ക് ചാരിത്രമുള്ളതുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം ശുദ്ധമാണെങ്കിൽ ആ വാനരൻ്റെ ശരീരത്തിന് തീ ഉണ്ടാവരുതേ, അതോ അയാൾക്ക് തീ കൊണ്ടുള്ള വിഷം ഉണ്ടാവരുതേ. ഇതിവാദ ഏകപത്നീത്വം ശീതോ ഭവഹനുമതാ. ഹനുമാന് ചൂടുണ്ടാവരുന്നല്ല, തണുപ്പുണ്ടാവട്ടെ എന്ന് കൂടി പറഞ്ഞു. തീപ്പൊള്ളലൊന്നും ഏൽക്കാതിരിക്കട്ടെ പ്രാർത്ഥിക്കാൻ. വീണ്ടും പറഞ്ഞു, നകിഞ്ചിത് അനുക്രോശസ്തസ്യ വയ്യസ്ഥിതി മത യതിവാ ഭാഗ്യശേഷോമേ ശീതോ ഭവഹനുമതാ. എനിക്ക് വല്ല ഭാഗ്യവും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വാനരന് കൊള്ളരുതേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അഗ്നിദേവനാകട്ടെ ഹനുമാനെ പൊള്ളിത്തുമില്ല. വാലിൽ കാണാനൊക്കെ ഉള്ള തീ ആളി കത്തുന്നുണ്ടെങ്കിലും ഹനുമാനെ പൊള്ളൽ ഏർപ്പെട്ടില്ല. ആ സമയത്ത് ഹനുമാൻ സ്വയം വിചാരിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് യാതൊരു വിഷമവും ഇല്ലാത്തത് എന്ന് അദ്ദേഹം വിചാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അഥവാ തദിതം വ്യക്തം യതിദൃഷ്ടം പ്ലവതാമയ പ്രഭാവാദ ആശ്ചര്യം പർവ്വതസരിതം ദദൗ. ഇതാ രാമൻ്റെ പ്രഭാവം തന്നെ. രാമൻ്റെ ഐശ്വര്യം കൊണ്ടാണ് തനിക്ക് ഈ വാല് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും പൊള്ളലേൽക്കാത്തത്. അല്ലെങ്കിൽ നേരത്തെ സമുദ്രം ചാടി കിടക്കുമ്പോൾ പർവ്വതം വന്ന് എന്നെ സഹായിക്കാനായിട്ട് വന്നല്ലോ. ഇതൊക്കെ ലോകത്തിൽ സാധാരണ ഇല്ലാത്ത സംഗതികളാണ്. ഇതൊക്കെ രാമൻ്റെ പ്രഭാവം തന്നെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം രാമനെ ബഹുമാനാദരങ്ങളോട് മനസ്സിൽ സ്മരിച്ചു. അതിനുശേഷം ഈ വാനരന്മാരാകട്ടെ അദ്ദേഹത്തെ കെട്ടിയെടുത്ത് എല്ലാ ദിക്കിലും കൊണ്ട് നടക്കുകയാണ് ചെയ്തത്. ഒരു ഘട്ടത്തിയപ്പോൾ ഈ ഹനുമാൻ തൻ്റെ ശരീരം വളരെ വലുതാക്കിയിട്ട് കെട്ടുകളൊക്കെ അയഞ്ഞു പോയി മേലോട്ട് ചാടിയിട്ട് അവിടെയുള്ള മണിമേടകളും ആഹ്ലാദങ്ങളും മുഴുവൻ തീവച്ചു. അതാണ് പ്രസിദ്ധമായ ലങ്കാദഹനം. സമസ്ത പ്രദേശങ്ങളിലും പിന്നെ അവിടെ കുറേ ശ്ലോകങ്ങളിൽ പറയുന്നത് ഇന്ന് രാക്ഷസന്മാരുടെ കുറേ പേര് പറയാണ്. അവരുടെ ഗ്രഹങ്ങളൊക്കെ തീവച്ചു. അവസാനം ഒരുവിധം ലങ്കയുടെ 3/4 ഭാഗവും തീർന്നു കഴിഞ്ഞു വേണ്ടപ്പോൾ തൻ്റെ വാലിലെത്തി വെള്ളത്തിലൊക്കെ അവിടെ കടലടുത്ത് തന്നെയാണ്. വെള്ളത്തിൽ മുക്കിയിട്ട് തീർക്കുകയും ചെയ്തു എന്നിട്ടാണ് ഈ ഭാഗം തീർന്നത്. അപ്പോൾ പിന്നീട് ഈ തീവക്കപ്പെട്ട ലങ്കയിൽ നിന്നിട്ട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരൊക്കെ വിലപിക്കുന്നു, അവർ രാവണനെ നിന്ദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അതിനുശേഷം ഇതൊക്കെയാണ് രാക്ഷസന്മാർ ചെയ്തത്. ഹനുമാൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഹനുമാനാകട്ടെ സീതയ്ക്ക് പല അബദ്ധവും പറ്റിയിട്ടുണ്ടാകുമോ? തൻ്റെ ചാബല്യം കൊണ്ട് താൻ എല്ലാവർക്കും തീവച്ചു. സീതയ്ക്ക് പൊള്ളലേറ്റില്ല എന്നുള്ള വിവരം ഹനുമാൻ അറിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനെപ്പറ്റി പരിതപിച്ചു. അതുകൊണ്ട് സീതയെ ഒന്നുകൂടി ദർശിച്ചിട്ട് പൊയ്ക്കളയാം എന്ന് വിചാരിച്ചിട്ട് സീതയുടെ അടുത്തേക്കാണ് പോകുന്നതും സീതയുടെ അനുവാദത്തോടു കൂടിയിട്ട് കടലിൽ തിരിച്ച് ചാടിക്കിടക്കുന്നതുമാണ് ഇനിയുള്ള ഭാഗത്തുള്ളത്. അതൊക്കെ തുടർച്ചയായിട്ട് കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.